ഹായ് SL ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ അവർ നിങ്ങളോട് ഫിസിക്കലി മാത്രമല്ലാതെ ഇമോഷണലി കൂടി കണക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ, ഇമോഷണലി അട്രാക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് അവരിൽ നിന്നും നമുക്ക് അറിയാൻ പറ്റുന്ന, നമ്മളെ അതിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സൈനുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സയൻസ് എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അവർക്ക് പറ്റുന്ന സമയത്തൊക്കെ നിങ്ങളെ അവർ കോണ്ടാക്ട് ചെയ്യും എന്നുള്ളതാണ്. ചില ആളുകൾക്ക് വളരെയധികം തിരക്കുള്ള ജോലികൾ ഉണ്ടായിരിക്കും, തിരക്കുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ പറ്റുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇവർക്ക് ഇവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു പേഴ്സണുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ, മീൻസ് മെസ്സേജ് അയക്കാനോ വിളിക്കാനോ അതായത് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ ഒന്നും പറ്റുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്താണ് റിലേഷൻഷിപ്പിൽ ഒട്ടുമിക്ക പ്രശ്നങ്ങളും വരുന്നത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. എന്നെ വിളിക്കുന്നില്ല, സംസാരിക്കുന്നില്ല, കാണാൻ വരുന്നില്ല. ഈ ഒരു പ്രശ്നം മിക്ക റിലേഷൻഷിപ്പിലും കാണുന്നതാണെന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ അതിന് കാരണമായിട്ടുണ്ടാവുക അവരുടെ തിരക്കുകളായിരിക്കും. അതുകൊണ്ട് മാത്രം ഇതിനൊന്നും പറ്റാത്ത ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ തിരക്ക് ഇവർക്കൊരു പ്രശ്നമായിരിക്കില്ല എന്നുള്ളതാണ്. ഇവർ എത്ര വലിയ തിരക്കിലാണെങ്കിലും എത്ര വലിയ ജോലി ചെയ്ത് തീർക്കാനുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ടൈം ഇവർ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് കട്ടാക്കുന്നേ ഉണ്ടായിരിക്കുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും എപ്പോഴെങ്കിലും, മീൻസ് ഇടയിലൊക്കെ വിളിക്കാനായിട്ട്, ഇപ്പം നൈറ്റ് മാത്രം വിളിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഡേ ടൈമിൽ മാത്രം വിളിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെയൊന്നും കാണാൻ കഴിയില്ല. ഇവർക്ക് പറ്റുന്ന സമയത്തൊക്കെ ഇവർ നിങ്ങളെ വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. അതായത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഓക്കെ ആണോ, ഹാപ്പി ആണോ, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഇവർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ഈ രീതിയിൽ മീൻസ് ഇവർക്ക് പറ്റുന്ന ടൈമിലൊക്കെ നിങ്ങളെ വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അവിടെ നിങ്ങളുടെ ബിസി ടൈം അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്, ഈ കാര്യങ്ങളൊന്നും അവർ നോക്കുന്നുണ്ടാവില്ല. അതേപോലെ അവരുടെ തിരക്കുകളും അവർ കാര്യമാക്കണ്ടാവില്ല എന്നുള്ളതാണ്. പകരം എപ്പോഴാണ് അവർക്ക് പറ്റുന്നത് ആ സമയത്തൊക്കെ നിങ്ങളെ വിളിക്കാനും നിങ്ങളുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനും അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർ ഇമോഷണലി നിങ്ങളോട് വളരെയധികം അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുള്ളതാണ്. ദെൻ നമ്മുടെ രണ്ടാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത് നിങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ ഓർക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മേ ബി നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അവരെപ്പോഴും ചിന്തിക്കുന്നുണ്ടാവുക. അതേപോലെ നിങ്ങളുടെ ഇഷ്ടങ്ങളായിരിക്കാം, അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ എവിടെയായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചിന്തിക്കുന്നുണ്ടാവും. സെയിം ടൈം നിങ്ങളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് എന്തൊക്കെയാണ്, മീൻസ് നിങ്ങളുടെ ബർത്ത്ഡേ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഓർക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. സോ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർ ആലോചിക്കുന്നുണ്ടാവും. അതുമായി കണക്ട് ചെയ്തിട്ട് പല അനുഭവങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ബർത്ത്ഡേക്ക് ചിലപ്പോൾ നിങ്ങൾ പോലും മറന്നിട്ടുണ്ടാവും ഇന്ന ദിവസം എൻ്റെ ബർത്ത്ഡേ ആണെന്നുള്ളത്. പക്ഷെ ആ ദിവസം ഓർത്ത് വെച്ചിട്ട് അവർ നിങ്ങളെ വിഷ് ചെയ്യുന്നുണ്ടായിരിക്കും, നിങ്ങൾക്കുള്ള സർപ്രൈസ് ഗിഫ്റ്റുകൾ തരുന്നുണ്ടായിരിക്കും. അതേപോലെ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പിന്നീട് അവർക്ക് പറ്റുന്ന പോലെ അവർ ചെയ്തു തരുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അവർ ഓർത്ത് വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്, ഇമോഷണലി ആ പേഴ്സൺ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളതാണ്. ദെൻ നമ്മുടെ മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെയാണോ അതേപോലെ ആ പേഴ്സൺ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. മീൻസ് ചിലപ്പോൾ നിങ്ങളെ കാണാൻ അത്ര വലിയ ഭംഗിയൊന്നും ഉണ്ടായിരിക്കില്ല. ഞാൻ ഒരിക്കലും ഇവിടെ ഒരു നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ മോശമാക്കി പറയുന്നതാണെന്ന് ഒരിക്കലും ഒരാളും വിചാരിക്കരുത്. സാധാരണ എല്ലാവരും പറയുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. നെഗറ്റീവായിട്ട് ആരും എടുക്കരുത്, നെഗറ്റീവ് കമന്റ്സ് വരില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അതായത് നമ്മളെ ഇപ്പോൾ അവർ വിചാരിക്കുന്ന അത്ര വലിയ ഭംഗിയൊന്നും നമുക്ക് ഉണ്ടാവണമെന്നില്ല. സാധാരണ ഒരു പേഴ്സൺ ഉണ്ടായിരിക്കുമല്ലോ, ഇങ്ങനെ ഇത്ര ഭംഗിയുള്ള ഒരാളായിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം കാണാൻ, ഇങ്ങനെയൊക്കെ ഒട്ടുമിക്ക ആളുകളും ചിന്തിക്കുന്ന കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ അത്രത്തോളം ഒന്നും ഉണ്ടായിരിക്കണം എന്നില്ല, പക്ഷേ നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണ് അതൊരു പ്രശ്നമാവില്ല എന്നുള്ളതാണ്. നമ്മളെ കാണാൻ എങ്ങനെയുണ്ട്, നമ്മൾ എത്രത്തോളം ഭംഗിയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, നമുക്ക് എന്തൊക്കെ കഴിവില്ലായ്മയുണ്ട്, ഇതൊന്നും അവർ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല എന്നാണ്. അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടിൽ നമ്മളെല്ലാം തികഞ്ഞൊരു പേഴ്സൺ ആയിരിക്കും. അങ്ങനെയായിരിക്കും അവർ നമ്മളോട് പെരുമാറുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മളെ മാറ്റാനായിട്ട് ആ വ്യക്തി തയ്യാറാവുന്നുണ്ടാവില്ല, അതിന് ശ്രമിക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. നമ്മളിലുള്ള കുറവുകളൊന്നും നികത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടാവില്ല. നീ എങ്ങനെയാണോ അങ്ങനെ മതി, മീൻസ് നിന്നിലുള്ള ക്യാരക്ടേഴ്സ് എനിക്ക് ഇഷ്ടമാണ്, സോ ഇതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം എന്നുള്ള രീതിയിലായിരിക്കും അവർ നിങ്ങളോട് പറയുന്നതും പെരുമാറുന്നതും. സോ ഈ രീതിയിൽ കാണാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥവും നിങ്ങളോട് ആ വ്യക്തി നല്ല ഇമോഷണലി കണക്റ്റഡ് ആണ് എന്നുള്ളതാണ്. നാലാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത് നിങ്ങളോട് അവർ ഒപ്പീനിയൻസ് ചോദിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അതായത് അവരുടേതായ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടേതായ കാര്യങ്ങളിലൊക്കെ നിങ്ങളോട് ഒരു ഒപ്പീനിയൻ ചോദിക്കുന്നുണ്ടാവും. ഇത്തരത്തിൽ നമ്മളോട് ഒപ്പീനിയൻസ് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് അവർ തരുന്ന വാല്യൂ ആണ്, വാല്യൂ കൂടുതലാണെന്നുള്ളതാണ്. മീൻസ് നമ്മളെ അവർ ഒരുപാട് പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട്, മീൻസ് നമുക്ക് ഒരുപാട് പ്രയോറിറ്റി തരുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ അവരുടെ ഓരോ കാര്യങ്ങളിലും നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒപ്പീനിയൻസ് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥവും നിങ്ങളെ ആ പേഴ്സൺ ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ളത് തന്നെയാണ്. ദെൻ നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അവരൊരു തുറന്ന പുസ്തകം പോലെ ആയിരിക്കും എന്നുള്ളതാണ്. അവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ടാവും.
ഉണ്ടാവും. ഇത് മിക്ക ആളുകളും ചെയ്യാത്ത കാര്യമാണ്. ഇപ്പൊ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയാന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ വല്ലാത്തൊരു ചമ്മലോ എന്തൊക്കെ ഇഷ്ടക്കേടുകളൊക്കെ തോന്നാറുണ്ട്. ചിലപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അവൾക്ക് നെഗറ്റീവ് അടിക്കും, അല്ലെങ്കിൽ അവൻ അത് ഇഷ്ടക്കേടായിട്ട് തോന്നുന്നു, ഞാൻ വളരെ മോശമാണെന്ന് തോന്നുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ടാണ് നമ്മൾ പറയാൻ മടിക്കുണ്ടാവുക എന്നുള്ളതാണ്. പക്ഷേ ഇവരുടെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടാവും. ചിലപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും, അങ്ങനെ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ടാവും എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ ഒരു തുറന്ന പുസ്തകമായിട്ട് അവർ നിങ്ങളോട് പെരുമാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥവും നിങ്ങളെ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്, അവർക്ക് നിങ്ങളോട് ഇമോഷണൽ കണക്ഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ടതുകൊണ്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക, ഇപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണ് നിങ്ങളോട് ശരിക്കും ഇമോഷണൽ അട്രാക്ഷൻ ഉണ്ടോ, ഇമോഷണൽ കണക്ഷൻ ഉണ്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ തോന്നുന്നതാണോ, ഈ പറയുന്ന രീതിയിലൊന്നും അവർ പെരുമാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അവർക്ക് ഈ പറയുന്ന പോലെ ഇമോഷണൽ കണക്ഷൻ കുറച്ച് കുറവാണെന്നുള്ളത്. പക്ഷേ ഇതിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിന്റെ കുറവ് കൊണ്ട് മാത്രം, അതായത് ബാക്കിയുള്ള 4 പോയിന്റ്സ് ഉണ്ട്, ഈ പറഞ്ഞ ഒരു കാര്യം മാത്രം അവരിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് മാത്രം അവർക്ക് നിങ്ങളോട് ഇമോഷണൽ കണക്ഷൻ ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടാവണമെന്നും ഞാൻ പറയുന്നില്ല. ഇതിൽ ചിലപ്പോൾ 2 or 3 കാര്യങ്ങളെ അവരിൽ ഉണ്ടാവുകയുള്ളൂ, ചിലപ്പോൾ മറ്റു കാര്യങ്ങൾ ഉണ്ടാവണമെന്നില്ല. എല്ലാ ആളുകളും ഒരേപോലെ ആവണം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. സോ ഈ പറഞ്ഞത് സാധാരണ എല്ലാ മനുഷ്യരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, അതായത് ഹ്യൂമൻ സൈക്കോളജിയിൽ എല്ലാ ഹ്യൂമൻസിലും വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. പക്ഷേ ഇതെല്ലാം തന്നെ എല്ലാ പോയിന്റ്സും എല്ലാ മനുഷ്യനിലും ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പറയാനും പറ്റില്ല, അതിന് യാതൊരു ഉറപ്പും തരാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൽ ഒരു പോയിന്റിന്റെ മറ്റോ കുറവുള്ളത് കൊണ്ട് നിങ്ങൾ അവരിൽ അങ്ങനെയല്ല എന്ന് വിചാരിക്കരുത്, ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ ഒരു പേഴ്സണിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അവർക്ക് നിങ്ങളോട് വളരെയധികം ഇമോഷണൽ കണക്ഷൻ ഉണ്ട്, ഇമോഷണലി നിങ്ങളോട് ഒരുപാട് അട്രാക്റ്റഡ് ആയിട്ടുള്ള അടുപ്പമുള്ള ഒരു പേഴ്സൺ ആണ് അവരെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെയാണ്, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്